എല്ലാവർക്കും നമസ്കാരം. നടൻ വിനായകൻ കഴിഞ്ഞ ദിവസമാണ് മാധ്യമപ്രവർത്തക അപർണ കുറുപ്പിനെ അശ്ലീലം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അപർണയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പോസ്റ്റ് പങ്കുവയ്ക്കുന്നു. അപർണയുടെ ചിത്രവും അതിനൊപ്പം ഉണ്ടായിരുന്നു. നിലവിൽ അദ്ദേഹം അത് നീക്കം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അപർണ കുറുപ്പിനെതിരെ മാത്രമല്ല, തുടർന്ന് യേശുദാസിനെതിരെ, അടൂർ ഗോപാലകൃഷ്ണനെതിരെയും ഒക്കെ പച്ചത്തെറി പറയുന്ന വിനായകനെയാണ് പിന്നീട് കാണാൻ സാധിക്കുന്നത്. നോക്കൂ, നടൻ വിനായകൻ മികച്ച നടനാണ്. അദ്ദേഹത്തിന് ആ സ്പേസിൽ അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇതൊക്കെ മാനിക്കുന്നുണ്ട്. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ, മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ അദ്ദേഹത്തിന് സാമൂഹിക മര്യാദകൾ ലവലേശമില്ല. ഞാനൊരു വനിതാ മാധ്യമ പ്രവർത്തകയാണ്. മാധ്യമപ്രവർത്തകർക്കെതിരെ നടത്തുന്ന ആക്രോശങ്ങൾ, അധിക്ഷേപങ്ങളൊക്കെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ എന്തായാലും സാധിക്കില്ല. അപർണ കുറുപ്പ് തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അപർണ അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ പേമാരി വന്നിട്ട് പേടിച്ചിട്ടില്ല, പിന്നെയാണോ ചാറ്റൽ മഴ എന്നൊക്കെ പറഞ്ഞ് അപർണ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അപർണയോടൊപ്പമാണ് ഈ വിഷയത്തിൽ. കാരണം അപർണയുടെ ഭാഗത്ത് മാത്രമാണ് ശരി. നോക്കൂ, ഇന്ത്യയിൽ മറ്റൊരാളെ നമുക്ക് വിമർശിക്കാം, അല്ലെങ്കിൽ നമുക്ക് അയാൾ പറഞ്ഞ അഭിപ്രായത്തെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം പറയാം. ഇതൊക്കെ അഭിപ്രായ പറയാനുള്ള ഇന്ത്യയിലെ മൗലിക അവകാശത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അതിനോട് ആർക്കും എതിർപ്പില്ല. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19 ഒരു വ്യക്തിക്ക് സ്വന്തം അഭിപ്രായം പറയാനുള്ള അവകാശാധികാരങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയാം എന്നല്ല. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19 അഭിപ്രായ സ്വാതന്ത്ര്യം പറയുന്നത് പോലെ തന്നെ മറ്റൊരാളെ മോശമായി പറയുന്ന, അല്ലെങ്കിൽ ഡിഫോമേഷൻ, വ്യക്തിഹത്യ നടത്തുന്നതിനെതിരെ കൃത്യമായ നിയമ സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. IPC നിയമത്തിൽ ഇത് ഡീൽ ചെയ്യുന്നത് സെക്ഷൻ 499 മുതൽ 502 വരെയുള്ള വകുപ്പുകൾ വഴിയാണ്. ഞാൻ ആ വകുപ്പ് ഒന്ന് വായിക്കാം. ആരെങ്കിലും സംസാരത്തിലൂടെയോ എഴുത്തിലൂടെയോ അടയാളങ്ങളിലൂടെയോ ദൃശ്യങ്ങളിലൂടെയോ ഏതെങ്കിലും വ്യക്തിയെ ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടോ അത്തരം ആരോപണം ദോഷം വരുമെന്നറിഞ്ഞോ അവരെക്കുറിച്ചുള്ള ഏതെങ്കിലും ആരോപണം ഉന്നയിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്താൽ ആ വ്യക്തിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്നാണ് നിയമത്തിൽ പറയുന്നത്. ഒരാളെ നിങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞുകൊണ്ട് അയാളെ വിമർശിക്കാം, പക്ഷേ അയാളുടെ വ്യക്തിത്വത്തെ, അയാളുടെ സ്വഭാവത്തെ, അയാളുടെ ജെൻഡറിനെ, അയാളെ വ്യക്തി നിലയിൽ നിങ്ങൾക്ക് അധിക്ഷേപിക്കാൻ ഇന്ത്യൻ ഭരണഘടന നിങ്ങളെ അനുവദിക്കുന്നില്ല. അതിൻ്റെ പരിധിയിലല്ല അഭിപ്രായ പറയാനുള്ള അവകാശമുള്ളതെന്നാണ് ഈ വകുപ്പിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യത്തിൽ മലയാള സിനിമയെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികളാണ് അടൂർ ഗോപാലകൃഷ്ണനും യേശുദാസും ഒക്കെ. അത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹം പറഞ്ഞതിനെ വിമർശിക്കാം. ഇപ്പോൾ പല ആളുകളും അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തിനെതിരെ WCC, ദിശയും അടക്കമുള്ള സംഘടനകൾ, വ്യക്തികൾ പരാതി കൊടുക്കുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ ഇവിടെ നടത്തിക്കോട്ടെ, അല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പറയട്ടെ. പക്ഷേ അയാളെ തെറി വിളിക്കാൻ നമുക്ക് അവകാശ അധികാരമില്ല. സോഷ്യൽ മീഡിയ എന്നാൽ തെറി വിളിക്കാനുള്ളൊരു സ്പേസ് ആണ് എന്ന് വിചാരിക്കരുത്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാം എന്നതിനേക്കാൾ ഉപരിയായി തെറി വിളിക്കുന്നതൊക്കെ ഇതാ ഞാൻ നേരത്തെ വായിച്ച നിയമത്തിൻ്റെ പരിധിയിൽ വരും. അതുകൊണ്ട് മറ്റൊരാളെ വ്യക്തിഹത്യ ചെയ്യുന്നത് സത്യത്തിൽ അംഗീകരിക്കാനേ ആവില്ല. പല ഘട്ടങ്ങളിലും വിനായകൻ പറയുന്നത് പച്ച മലയാളമാണ്. അയാൾ ഒരു തനി മലയാളിയാണ്, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്, അയാൾ പച്ചയെ സ്വഭാവമല്ലേ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വിനായകനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ വിനായകനെ രക്ഷിച്ചെടുക്കുന്ന കുറേ ആളുകളുണ്ട്. അത് കമൻറ്റ് ബോക്സിലായിക്കൊള്ളട്ടെ, അത് ഇടത് സൈബർ ഇടങ്ങളിൽ നിന്നായിക്കൊള്ളട്ടെ. വിനായകൻ ഒരു ഇടത് ബാക്ക്ഗ്രൗണ്ട് കൂടി ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് വിനായകൻ എന്തു പറഞ്ഞാലും അതിനെ പൂർണ്ണമായും അർത്ഥത്തിൽ അനുകൂലിക്കുക എന്നുള്ളത് നയം സത്യത്തിൽ ശരിയല്ല എന്നുള്ളതാണ്. പല ആളുകളും ഈ ഫ്രീ സ്പീച്ചിനെതിരാണ് ഈ ഡിഫോമേഷൻ അഥവാ വ്യക്തിഹത്യയ്ക്ക് മേലുള്ള വകുപ്പുകൾ എന്നൊക്കെ പറഞ്ഞ് സുപ്രീം കോടതി അടക്കം സമീപിക്കുന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം, ഒരാളുടെ റെപ്യൂട്ടേഷൻ എന്നത് ഡിഗ്നിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നും അത് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശമാണെന്നും അത് അയാളുടെ സ്വത്തവകാശം പോലെ പ്രാധാന്യമുള്ളതാണെന്നും അതിനാൽ ഡിഫോമേഷൻ നിയമങ്ങൾ നിലനിൽക്കും എന്നാണ് കോടതി പറയുന്നത്. സത്യത്തിൽ യേശുദാസോ അടൂർ ഗോപാലകൃഷ്ണനോ ഒക്കെ കേസ് കൊടുത്താൽ 2 വർഷം തടവും അല്ലെങ്കിൽ പിഴയും ഒക്കെ വിനായകൻ അനുഭവിക്കാം. നോക്കൂ, ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഒരാളെ വിമർശിക്കാൻ പാടില്ല എന്നല്ല. നിങ്ങളുടെ ഉദ്ദേശം ഒരു സതുദ്ദേശമാണ്, അല്ലെങ്കിൽ ഗുഡ് ഫെയ്ത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ വിമർശിക്കാം. പക്ഷേ അയാളുടെ വ്യക്തിത്വത്തെ എതിർക്കാനുള്ള അവകാശമോ അധികാരമോ നിങ്ങൾക്കില്ല. വിനായകൻ സമൂഹത്തിൽ അപരവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് വിനായകൻ പറയുന്നതിൻ്റെയൊക്കെ ബാധ്യത, അല്ലെങ്കിൽ വിനായകൻ പറയുന്നതിനൊക്കെ അങ്ങ് തലയാട്ടി കൊടുത്തുകൊള്ളണം എന്ന് പറയുന്നതിനോട് പൂർണ്ണമായ വിയോജിപ്പാണ്. അതിനവർ പറയുന്നത് മറ്റുള്ള ആളുകളൊക്കെ സവർണരാണ്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കൊക്കെ കൾച്ചറൽ ക്യാപിറ്റലിസം ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ച് ജാതീയമായി പിന്നോക്ക അവസ്ഥയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ഒരു വിഭാഗത്തിലെ ആളുകളെ പോലെ
ഈ സമൂഹത്തിൽ ഇടപെടാൻ അല്ലെങ്കിൽ അവസരങ്ങൾ ലഭിക്കുവാനുള്ള സാമൂഹിക മൂലധനമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വിനായകനെ പൂർണ്ണമായും പിന്തുണയ്ക്കണമെന്നുള്ള ദളിത് ആക്ടിവിസ്റ്റുകളുടെ നറേഷനെ പൂർണ്ണമായി എതിർക്കണം. നോക്കൂ, ഒരാളെ സമൂഹത്തിൻ്റെ പിന്നാമ്പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ എങ്ങനെയാണ് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് എത്തേണ്ടത്? അയാൾ എത്തേണ്ടുന്നത് അയാളുടെ സ്വഭാവത്തിലെ മെച്ചപ്പെടലുകൾ കൊണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അയാൾക്കുള്ള മെറിറ്റുകൾ കൊണ്ട്, അല്ലെങ്കിൽ അയാൾ സമൂഹത്തിൽ ഇടപെടുന്ന രീതി കൊണ്ട്, അയാളുടെ വസ്ത്രധാരണം കൊണ്ട്, മികച്ച സ്വഭാവം കൊണ്ട് അത്തരത്തിലായിരിക്കണം. അതായത് നിങ്ങളുമായി ഇടപഴകുന്നത് മറ്റൊരാൾക്ക് എത്രത്തോളം പ്ലീസിങ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടപെടൽ മറ്റൊരാൾക്ക് എത്രത്തോളം കംഫർട്ടബിൾ ആണ്, നിങ്ങൾ എത്രത്തോളം ആധുനികമായാണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ ശൈലികൾ, നിങ്ങളുടെ ഭാഷാ പ്രയോഗം, ഇതൊക്കെ മറ്റൊരാൾക്ക് ഓക്കെ ആണോ എന്നുള്ളിടത്താണ് നിങ്ങൾക്ക് സോഷ്യൽ അക്സെപ്റ്റൻസ് കിട്ടുക. എനിക്ക് ഈ പറഞ്ഞതുപോലെ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ അഥവാ സാമൂഹിക മൂലധനം ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സർട്ടിഫിക്കറ്റുകളിൽ ജാതിയോ മതമോ ഇല്ല. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സോക്കോൾഡ് ദളിത് ആക്ടിവിസ്റ്റുകളുടെ നറേഷൻ അനുസരിച്ച് ഒരു സവർണ വിഭാഗത്തിൻ്റെ പരിധിയിൽ വരുന്ന ആളല്ല ഞാൻ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഒരു സമൂഹത്തിന് മുൻനിരയിലേക്ക് ഇറങ്ങി നിൽക്കാൻ സാധിക്കുക? അതിന് നമുക്ക് മെറിറ്റുകൾ വേണം. വിദ്യാഭ്യാസത്തിലൂടെ ലഭിച്ച, നല്ല ഭാഷയോടെ സംസാരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആളുകളോട് ഇടപഴകുന്ന, നല്ല ഭാഷയിൽ വർത്തമാനം പറയുന്ന, ഏതെങ്കിലും തരത്തിൽ മേഖലയിലൊക്കെ നല്ല രീതിയിൽ ആളുകളോട് ഇടപഴകുക എന്ന് തന്നെയാണ് ആത്യന്തികമായി എന്നെ ഈ സമൂഹം ഉൾക്കൊള്ളുന്നതിൽ എൻ്റെ പങ്കാളിത്തം. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഈ സിസ്റ്റം പൂർണ്ണമായും മറ്റൊരാളെ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് വിശ്വസിക്കുന്ന അങ്ങനെയുള്ള സ്വപ്നലോകത്തെ ബാലഭാസ്കരനൊന്നുമല്ല ഞാൻ. പക്ഷേ വിനായകൻ എന്ത് ചെയ്താലും അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ പിന്തുണയ്ക്കുന്നതാണ് ദളിത് ആക്ടിവിസം എങ്കിൽ ദയവ് ചെയ്ത് അത്തരത്തിലുള്ള ദളിത് ആക്ടിവിസത്തിന് നാട്ടിൽ ഭാവിയില്ല. അത് സ്വയമേ നിങ്ങൾ ഒരു കുഴി കുഴിച്ച് അതിൽ നിങ്ങൾ കിടന്ന് ദേഹത്ത് മണ്ണ് വാരിയിട്ട് അത് ഒരു പൂർണ്ണമായും അർത്ഥത്തിൽ ആക്ടിവിസത്തിൻ്റെ ശവമടക്കായിരിക്കും നടക്കുക എന്നതാണ് പറയാനുള്ളത്. അതുകൊണ്ട് വിനായകനെ പോലുള്ള ആളുകൾ തെറ്റ് ചെയ്താൽ അത് തെറ്റാണ്, വിനായകൻ നല്ലത് ചെയ്താൽ അത് നല്ലതാണെന്ന് പറയാനുള്ള രീതിയാണ് വരേണ്ടതല്ലാതെ വിനായകനെ കണ്ണുമടച്ചല്ല പിന്തുണയ്ക്കേണ്ടത്. ഇത്തരം ഘട്ടങ്ങളിൽ ഒരു വനിതാ മാധ്യമ പ്രവർത്തക എന്ന രീതിയിലല്ല, ഞാൻ ഇത്തരം പ്രൊഫഷനുകളിൽ ജെൻഡർ കാണുന്നൊരു വ്യക്തിയല്ല. ഒരു മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ അപർണ കുറുപ്പിന് പൂർണ്ണമായും, അത് അപർണ കുറുപ്പല്ല, ഇനി മറ്റേതെങ്കിലും ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, അത് അടൂർ ഗോപാലകൃഷ്ണൻ ആയിക്കൊള്ളട്ടെ, അത് യേശുദാസ് ആയിക്കൊള്ളട്ടെ, ഒരു വ്യക്തിക്ക് മേലുള്ള ഏത് അധിക്ഷേപവും അയാൾ പറഞ്ഞ അഭിപ്രായത്തിനോട് നിങ്ങൾക്ക് വിയോജിപ്പ് രേഖപ്പെടുത്താതെ അയാളുടെ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഏത് തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളോട്, അഭിപ്രായങ്ങളോട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വാചാടോപങ്ങളോട് പൂർണ്ണമായും എതിർപ്പാണുള്ളത്. പ്രിയപ്പെട്ട അപർണ കുറുപ്പിന് പിന്തുണ.